പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. കർത്താവ് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, 6-ാമതായി മനസ്സും 7-ാമതായി ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള യുക്തിബോധവും നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന് എത്ര ഇന്ദ്രിയമുണ്ട്? 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 6-ാം ഇന്ദ്രിയം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ 7-ാം ഇന്ദ്രിയം എവിടെയാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം 7 ഇന്ദ്രിയങ്ങൾ നൽകിയെന്ന് പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ, അധ്യായം വായിച്ചു വരുമ്പോൾ 4-ാം വാക്യമുണ്ട്. പിന്നെ 5 അവിടെ കാണില്ല. പിന്നെ അവിടെയുള്ളത് 6 ഉള്ളൂ. 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്ന ഏറ്റവും താഴെയാണ്. അത് നമ്മൾ ആരും വായിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇന്ദ്രിയമുണ്ടെന്നുള്ളത് അറിയില്ല. 6-ാം ഇന്ദ്രിയം എന്നൊക്കെ കേട്ടാൽ അതെന്തോ അത്ഭുതപൂർവമായ ഇന്ദ്രിയമാണെന്ന് അന്വേഷിച്ച് പല വിദ്യകളിലും ഹിപ്നോട്ടിസം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ അന്വേഷിച്ചു പോകുന്ന ക്രിസ്ത്യാനികളുണ്ട് നമ്മുടെ ഇടയിൽ. ഹിപ്നോട്ടിസം മോശമാണെന്നല്ല പറയുന്നത്. എന്നാൽ ഈ 6-ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് 6-ാമതായി മനസ്സും 7-ാമതായി ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധവും നൽകി. പ്രൈസ് ദി ലോർഡ്. ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങള്, ഈ വ്യാപാരങ്ങളാണ് പലപ്പോഴും നമുക്ക് ആന്തരികമായ മുറിവുകൾ സമ്മാനിക്കുന്നത്. ഈ ബാഹ്യേന്ദ്രിയങ്ങളിൽ ഏൽക്കുന്ന ക്ഷതങ്ങള് അത് പലതരത്തിലാകാം. ആ ക്ഷതങ്ങളെല്ലാം മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിൽ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്ന മനസ്സിന്റെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന 7-ാമത്തെ ഇന്ദ്രിയമാണ് ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ യുക്തിസഹമായിട്ട് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തും? ഇരുട്ടത്ത് നടന്നു പോകുന്ന ആളുടെ കാലില് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും തട്ടിയാൽ അയാൾക്ക് ഭയമുണ്ടാകും. പാമ്പാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഴജന്തുക്കളാണോ എൻ്റെ കാലിൽ തട്ടിയതെന്ന് തോന്നും. അപ്പോൾ ഇരുട്ടത്ത് നമുക്കത് വ്യക്തമാകുകയില്ല. ഇന്ദ്രിയങ്ങളുടെ അനുഭവം കൊണ്ട് കാലയിൽ എന്തോ തൊട്ടു എന്നുള്ള ഒരു ബോധ്യം മനസ്സിന് കിട്ടി. അത് ബുദ്ധിയിലേക്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പേടിച്ചിട്ടുണ്ടാകാം, എടുത്ത് ചാടിയിട്ടുണ്ടാകാം, എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക തൃഷ്ണ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ ഈ പേടിച്ചത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്നുപോയ അവസ്ഥയുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ബ്ലോക്കായി പോകുന്നത്. എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയുണ്ടാകുന്ന ഈ അവസ്ഥകളെ, ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ കടന്നു വന്ന ഈ അവസ്ഥ മനസ്സിനുണ്ടാക്കിയ താൽക്കാലികമായ പ്രവർത്തന ശേഷിക്കുറവിനെ വിവേചിച്ചറിയാൻ, യുക്തിസഹമായിട്ട് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ വിവേചിച്ചറിയുവാൻ നൽകിയിരിക്കുന്ന ഇന്ദ്രിയമാണ് 7-ാമത്തെ ഇന്ദ്രിയം. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് കണ്ടെത്താനും, ഇത് പാമ്പല്ല, അതുകൊണ്ട് വിഷം എനിക്ക് ഏറ്റിട്ടില്ല, അത് വെറുമൊരു വള്ളിയോ അല്ലെങ്കിൽ കാക്കകളോ എന്തെങ്കിലും കൊത്തിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അവശിഷ്ടമോ ഒക്കെ ആകാമെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കുവാൻ, അതിലൂടെ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുവാൻ കഴിയുന്ന യുക്തിസഹമായ അഭിഷേകം നൽകുന്നതാണ് 7-ാമത്തെ ഇന്ദ്രിയം. ഈ ഇന്ദ്രിയം പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ നേരായ രീതിയിൽ കാണുവാൻ കഴിയുക. പലരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും എന്നെ പറ്റിയാണോ പറയുന്നത്, എന്നെയാണോ ശ്രദ്ധിക്കുന്നത്, എന്നെ പറ്റി എന്തെല്ലാം കുറവുകളാണ് പറയുന്നത്. അങ്ങനെ പല കുടുംബങ്ങളിലും വ്യക്തികളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ശരിയേതെന്ന് വിവേചിച്ചറിയാനുള്ള യുക്തിസഹമായ ഈ അഭിഷേകത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും കലഹങ്ങൾ കുടുംബങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. ഇവയെ നീക്കി തരുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ 7-ാമത്തെ ഇന്ദ്രിയം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനത്തെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ശക്തി നേടണം. അങ്ങനെ ശക്തി നേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം 17:3 പറയുന്നു, അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മളുടെ ശക്തിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ഓരോരുത്തർക്കും ശക്തിയുണ്ട്.
നമ്മുടെ ശക്തി എവിടുന്നാണ് നമ്മൾ ആർജിച്ചിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ കഴിവാണെന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ കഴിച്ച ഫുഡിന്റെ അതിലൂടെ കിട്ടിയ എനർജിയാണ് എൻ്റെ ശക്തി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുലപ്പാല് കുടിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ശക്തി കിട്ടിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഗുണം കൊണ്ടാണ് എനിക്ക് ഈ ശക്തി കിട്ടിയത് എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ശക്തി ഏതാണ്? പ്രഭാഷകൻ 17:3 പറഞ്ഞത് അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകിയെന്നാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്കാണ് തിരിയേണ്ടത്. നമ്മുടെ ശക്തിയുടെ ഉറവിടം കണ്ടെത്താൻ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളിലുള്ളത്. പക്ഷെ ഈ ശക്തി പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് 1 കൊറിന്ത്യർ 4:7 പറയുന്നത്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നമ്മൾ എന്തിന് അഹങ്കരിക്കുന്നുവെന്ന്. സർവ്വതും ദൈവത്തിന്റെ ദാനമാണ്. ഇന്ദ്രിയങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. 6ാമതായി തന്ന മനസ്സ് ദൈവത്തിന്റെ ദാനമാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ, ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും അവയെ വേണ്ടവണ്ണം പ്രവർത്തനക്ഷമമാക്കുവാനും വേണ്ടി യുക്തിസഹമായ 7ാമത്തെ ഇന്ദ്രിയത്തെ തന്നതും ദൈവമാണ്. ഈ യുക്തിസഹമായ 7ാമത്തെ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം നമ്മൾ നിലച്ചു പോയതുകൊണ്ട് എല്ലാം എന്റേതാണ്, എന്റെ സ്വന്തമാണ്, മറ്റാർക്കും ഇത് കൊടുക്കാൻ പറ്റുകയില്ല, ഞാനല്ലാതെ മറ്റൊരാൾ ഇവിടെ വാഴേണ്ടതില്ല, എന്റെ അയൽവാസികളെല്ലാം ഞാൻ പറയുന്നത് കേൾക്കണം, ഞാനാണ് ഇവരുടെ എല്ലാം നേതാവെന്ന് ചിന്തിക്കുന്നത് 7ാമത്തെ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. അതാണ് ജോസ് ചേട്ടൻ ഇത്ര നേരവും നമ്മളോട് പറഞ്ഞത്. നമുക്കേറ്റ മുറിവുകളെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാമെന്ന്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളുടെ ഈ ജീവിതത്തിന്റെ ജന്മം നമ്മൾ ഓരോരുത്തരും തിമിർത്താടിയവരാണ്. ഇന്ദ്രിയ സുഖങ്ങളിൽ ആണ്ടിറങ്ങിയവരാണ് നമ്മൾ. അതിലൂടെ ഒത്തിരി മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. നമുക്കേറ്റ മുറിവുകൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അവര് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കാതെ ജീവിച്ച നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മുറിവുകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഓരോ നിമിഷങ്ങളിലും ഓരോ വേളകളിലും നമ്മുടെ ജീവിതത്തിൽ വന്നു നിറഞ്ഞ സർവ്വ മുറിവുകളിൽ നിന്നും കർത്താവേ നീ തന്നെ സുഖപ്പെടുത്തണമേ. നമ്മൾ ആരാണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മളെല്ലാം ദൈവത്തിന്റെ ശക്തിയാണെന്നും ആ ശക്തിയിലാണ് നമ്മൾ വ്യാപരിക്കുന്നതെന്നും ദൈവത്തിന്റെ രൂപമാണ് എനിക്കുള്ളതെന്നും എല്ലാം ദാനമാണെന്നും തിരിച്ചറിയുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. നിന്നിലേക്കു നീ തിരിഞ്ഞാലും നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും നിന്റെ വൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും മനസ്സിൽ പാടാം. നിന്റെ ജീവിതം അല്പകാലം പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. നിന്റെ ജീവിതം അല്പകാലം പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. മനുഷ്യ നിന്നിലേക്കു നീ തിരിഞ്ഞാലും നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും നിന്റെ വൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും ജന്മം നീ തിമിർത്തിട്ടാസ്വദിക്കുമ്പോൾ ഇന്ദ്രിയ
സുഖങ്ങളിൽ നീ ആഴ്ന്നിറങ്ങുമ്പോൾ, നിന്റെ ജന്മം നീ തിമർത്തിട്ടാസ്വദിക്കുമ്പോൾ, ഇന്ത്യ സുഖങ്ങളിൽ നീ ആഴ്ന്നിറങ്ങുമ്പോൾ, ഓർക്കുക നിൻ ശക്തി ദൈവശക്തിയല്ലയോ, ഓർക്കുക നിൻ രൂപമേശു രൂപമല്ലയോ, ഓർക്കുക നിൻ ശക്തി ദൈവശക്തിയല്ലയോ, ഓർക്കുക നിൻ രൂപമേശു രൂപമല്ലയോ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. മനുഷ്യ നിന്നിലേക്കു നീ തിരിഞ്ഞാലും, നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും, നിൻ പ്രവൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും, സർവ്വതും ദൈവത്തിന്റെ ദാനമായിരിക്കലും ദാനമല്ല എന്നിട്ട് അഹങ്കരിച്ച് നമ്മൾ എത്രയോ നാളുകൾ ജീവിച്ചു. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഈ രാത്രിയിൽ നിന്നെ ഞാൻ വിളിച്ചാൽ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതാകും. ഈ രാത്രി അല്പനേരമേ നമ്മളെ ആയുസുള്ളൂ. പുതുമഴയിൽ പെയ്യുന്നൊരു നീർക്കുമള പോലെ പൊട്ടി തകർന്നു പോകുന്നൊരു ജീവിതമാണ് നമ്മുടേത്. എന്നാൽ അഹങ്കാരം വെടിഞ്ഞെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർക്കുമ്പോൾ ദൈവകൃപയിൽ നമുക്ക് വളരുവാനും ശക്തി പ്രാപിക്കുവാനും കഴിയും. നമുക്ക് പാടാം. സർവ്വതും നിൻ ദൈവദാനമായിരിക്കിലും, സ്വന്തമെന്ന മട്ടിലല്ലോ നീ ചരിക്കുന്നു. സർവ്വതും നിൻ ദൈവദാനമായിരിക്കലും, സ്വന്തമെന്ന മട്ടിലല്ലോ നീ ചരിക്കുന്നു. ഇന്നു നിന്റെ ജീവനെ അവൻ വിളിക്കുകിൽ, സ്വന്തമാക്കി വെച്ചതൊക്കെ എങ്ങു പോയിടും. ഇന്നു നിന്റെ ജീവനെ അവൻ വിളിക്കുകിൽ, സ്വന്തമാക്കി വെച്ചതൊക്കെ എങ്ങു പോയിടും. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. മനുഷ്യ നിന്നിലേക്കു നീ തിരിഞ്ഞാലും, നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും, നിൻ പ്രവൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും, ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഹേ മനുഷ്യ നിന്നിലേക്കു നീ തിരിഞ്ഞാലും, നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും, നിൻ പ്രവൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും. കർത്താവായ യേശുവേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഇന്നലെ ഉണ്ടായ ഞങ്ങളുടെ പ്രശ്നങ്ങളും ഇന്നുള്ളതും നാളെ ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാം അങ്ങയുടെ മുമ്പിൽ ഇന്ന് തന്നെയാണ്. ദൈവമായ കർത്താവേ, അവിടുന്ന് പലതരത്തില് ഞങ്ങൾ അസ്വസ്ഥപ്പെട്ട് ജീവിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരെയും കർത്താവ് ഈ നിമിഷം തന്നെ അവരുടെ ഇന്നലകളിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും അവിടുന്ന് വിടുവിച്ച് ഇന്ന് ജീവിക്കുവാൻ, അങ്ങയോടൊന്നിച്ച് ഇന്ന് ജീവിച്ച് അങ്ങയോടൊന്നിച്ച് വേല ചെയ്യുന്ന
ദൈവമക്കളായി ഈ മക്കൾ ഓരോരുത്തരെയും എളിയവനായ എന്നെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, അവിടുത്തെ കൃപയുടെ തൈലാഭിഷേകത്താൽ ഈ മക്കൾ ഓരോരുത്തരും അവിടുത്തെ അനുഗ്രഹം നിറഞ്ഞവരായി അങ്ങയുടെ മുമ്പിൽ എളിയ സേവനം ചെയ്യുവാൻ കൃപ നിറഞ്ഞവരായി ലോകത്തിൽ പ്രശോഭിക്കട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളെയും അവിടുന്ന് നിർവീര്യമാക്കി അവിടുത്തെ പ്രിയപ്പെട്ട മകനും മകളുമായി ഈ മക്കൾ ഓരോരുത്തരും അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ കൃപ എന്നും ഈ മക്കളോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. പുത്രനായ ദൈവം എന്നിവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവ് വഴി ഇവരെ എപ്പോഴും നേരായ മാർഗത്തിൽ നയിക്കുകയും ഇവരെ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവിടുത്തോടൊന്നിച്ച് ഓരോന്നും ചെയ്യുവാൻ ഇവർ കൃപ നിറഞ്ഞ് പ്രവർത്തിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ ശക്തി എന്നും ഇവർ നിലനിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, ദൈവമേ മഹത്വം, കർത്താവേ സ്തോത്രം. എല്ലാ മനസ്സിനേറ്റ വേദനകളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അപകർഷബോധമോ ഭയമോ ഉത്കണ്ഠയോ ആകൃതിയോ ലജ്ജയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ നിലനിൽക്കുന്നെങ്കിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ തൈലാഭിഷേകത്തിന്റെ നിമിഷങ്ങളിൽ നമ്മളുടെ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന എല്ലാ തരത്തിലുള്ള മുറിവുകളും കർത്താവ് സുഖപ്പെടുത്തും. എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഞങ്ങളുടെ മുറിവുകൾ ഒപ്പിയെടുക്കുന്നവനെ, ഞങ്ങളുടെ വേദനകൾ സുഖപ്പെടുത്തുന്നവനെ, ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹവും കൃപയും നൽകുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ, തിരുനിടത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ, തിരുനിടത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ, തിരുനിടത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ, തിരുനിടത്താൽ കഴുകണമേ. എല്ലാ പാപക്കറകളും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഈ നിമിഷങ്ങളില്, തൈലാഭിഷേകത്തിന്റെ നിമിഷങ്ങളില് നമ്മളിൽ നിന്നും വിട്ടുപോകും. അവന്റെ തിരുരക്തത്താല് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കും. അവന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരും. ആഗ്രഹിച്ച് കരമുയർത്തി അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. തൈലാഭിഷേകത്താൽ ശുദ്ധീകരിച്ചിടുന്നു, വിശുദ്ധ ശ്രീവായാൽ മുദ്രിതമായിടുന്നു. തൈലാഭിഷേകത്താൽ ശുദ്ധീകരിച്ചിടുന്നു, കരം താത്തിയടിക്കാം. വിശുദ്ധ ശ്രീവായാൽ നീ മുദ്രിതമായിടുന്നു. പാപം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. പാപം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. കഴുകണമേ കഴുകണമേ, തിരു
തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരും ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. നിൻ പാദസ്പർശനത്താൽ നിന്നിലെ ആത്മാവാ നിൻ പാദസ്പർശനത്താൽ ചെല്ലുന്നിടമെല്ലാം നിന്നിലെ ആത്മാവാ ശുദ്ധീകരിച്ചിടും. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ, ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. തൈലാഭിഷേകത്താൽ വിശുദ്ധ ശ്രീവായാൽ ഉദ്ധിതമായിരുന്നു. തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിടുന്നു. വിശുദ്ധ ശ്രീവായാൽ നീ ഉദ്ധിതമായിരുന്നു. ആവാദം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. ആവാദം നിർമ്മലമായിടുന്നു നിന്റെ ദേഹദേഹിയും ഈ നിമിഷം. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. നിൻ പാദസ്പർശനത്താൽ നിന്നിലെ ആത്മാവാൽ നിൻ പാദസ്പർശനത്താൽ ചെല്ലുന്നിടമെല്ലാം നിന്നിലെ ആത്മാവാൽ ശുദ്ധീകരിച്ച
തേടും. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ, ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. കഴുകണമേ കഴുകണമേ തിരുനിടത്താൽ കഴുകണമേ, കഴുകണമേ കഴുകണമേ തിരുനിടത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടു ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടു ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടു ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ തിരുനിടത്താൽ കഴുകണമേ, കഴുകണമേ കഴുകണമേ തിരുനിടത്താൽ കഴുകണമേ. കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. നമ്മളെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ കൃപയിലെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, കർത്താവേ ആരാധിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മേലെ അഭിഷേകമായി ഇറങ്ങി വന്ന ആ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ മഹത്വം, ദൈവമേ മഹത്വം, കർത്താവേ സ്തോത്രം. ആഴമായ ഹൃദയ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. 60-70 വർഷമായി വയറ് സംബന്ധമായ പ്രയാസം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ നാളുകളിൽ വയറിൻ്റെ ബുദ്ധിമുട്ട് മൂലം വളരെയധികം ക്ലേശിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അവരുടെ വയറ് സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു. ചിലരുടെ വയറ് കല്ലുപോലെ ബലമുള്ളതായി തീർന്നിട്ടുണ്ട്. എന്ത് ഭക്ഷണ സാധനം കഴിച്ചാലും അപ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകണം. യാത്രയ്ക്ക് പോകുമ്പോൾ ആ യാത്രയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരാൻ സമയമില്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. അവരുടെ ആന്തരിക മുറിവുകൾ മൂലം, കുഞ്ഞുനാളില് അമ്മയുടെ ഉദരത്തിൽ നിന്നൊക്കെ ഏറ്റ ആന്തരിക മുറിവുകൾ മൂലം അവര് വഹിച്ചിരുന്ന ഈ ഭാരം കർത്താവ് അവരിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാം. വയറ് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും കർത്താവ് മോചിപ്പിക്കുന്നു. അൾസർ, ഗ്യാസ് ട്രബിള്, അതുപോലെ തന്നെ വയറിലുണ്ടാകുന്ന നീറ്റില്, എരിച്ചില്, പുകച്ചില്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നുന്ന അവസ്ഥ, യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്ന പ്രയാസങ്ങള്, ഛർദ്ദിച്ചാൽ നിൽക്കാത്ത ഛർദ്ദി, അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും കർത്താവ് പൂർണ്ണമായും സുഖപ്പെടുത്താനുള്ള എല്ലാവിധ മേഖലകളും കർത്താവ് തൊട്ട് സ്പർശിക്കുന്നു. വിട്ടുകൊടുത്തുകൊണ്ട് വയറ് സംബന്ധമായ എന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നവര് അവരെല്ലാവരും കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ. യേശുവേ അവിടുത്തെ സ്പർശനം ഞങ്ങളുടെ മേലെ അങ്ങിപ്പോൾ തന്നെ നൽകുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ. വയറിന്റെ പ്രയാസം മൂലം ത്വക്കില് നിറമാറ്റം വന്ന, ത്വക്കിന്റെ സ്പർശന അവസ്ഥ നഷ്ടപ്പെട്ടു പോയ 1-2 വ്യക്തികളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിന് നന്ദി പറയും. അവരുടെ ശരീരത്തിൽ അവർക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ഭക്ഷണത്തിന്, വയറിന്റെ പ്രശ്നം മൂലം ഭക്ഷണത്തിന് രുചിയില്ലാതെ നാവിലെ മുകളങ്ങളുടെ പ്രവർത്തനം പോലും നിശ്ചലമായി പോയ അവസ്ഥയുണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് നല്ല രുചി കർത്താവ് കൊടുത്ത് അവരുടെ നാവിലെ രസമുകളങ്ങളെ കർത്താവ് പുനർജനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. വയറിന്റെ പ്രയാസം മൂലം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. അവരുടെ ജീവിതത്തില് ശ്വാസം മുട്ടല്
മാറ്റി കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. മാറും നൊമ്പരങ്ങൾ, നീറും സങ്കടങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും കർത്താവ് എടുത്തു സന്തോഷത്തോടെ അവന്റെ സന്നിധിയിൽ കടന്നു വന്ന, അവനെ ആരാധിച്ച, അവനെ വിളിച്ചപേക്ഷിച്ച സർവ്വരുടെ മേലും കൃപകൾ വർഷിച്ച കർത്താവ് ഇന്ന് നമ്മളുടെ മേല് കൃപകൾ വർഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. അവന്റെ കൃപകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കൈയടിച്ചുകൊണ്ട് നമുക്ക് പാടാം. നൊമ്പരങ്ങൾ തീരും, സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. ഒന്ന് അണയിക്കൊണ്ട് കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. മാറും നൊമ്പരങ്ങൾ തീരും, സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. അടുത്ത് നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. ഓരോ പുലരിയിലും ഒന്ന് ക്ഷയിക്കാൻ കൊടുത്ത് പറഞ്ഞു. ഓരോ പുലരിയിലും അവതരം പുതു സ്നേഹം. വിലാപങ്ങളുടെ പുസ്തകം 3 ഓരോ സന്ധ്യയിലും അവൻ തരും ഉന്മേഷം. ഉന്മേഷമില്ലാത്തവരുടെ കൈ കൊടുത്തേ. നിന്നുള്ളിൽ നിന്നും മുറിവുകൾ തുടച്ചു മാറ്റിയിടും, അവൻ എടുത്തു മാറ്റിയിടും. നിന്നുള്ളിൽ നിന്നും മുറിവുകൾ തുടച്ചു മാറ്റിയിടും, അവൻ എടുത്തു മാറ്റിയിടും. മാറും നൊമ്പരങ്ങൾ തീരും, സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. സന്തോഷത്തോടെ പാടിക്കേ. നാൾ കാണും നല്ല കാഴ്ചകൾ കാതിൽ കേൾക്കാം ദൈവസ്വരം. ആനന്ദത്തോടെ ഒന്ന് പാടാവോ? സന്തോഷത്തോടെയും ആനന്ദത്തോടെയും പാടുക. എബ്രായർ 13:8 പറയുന്നു, ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, അവൻ എപ്പോഴും ഒരുവനാണ്. ഇനി എന്തിനു ദുഃഖിക്കണം? സന്തോഷത്തോടെ നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന കർത്താവിനെ ആനന്ദത്തോടെ തോളയിൽ കൈയിട്ടൊന്ന് ആടിക്കൊണ്ട് പാടിക്കേ. അടുത്തേക്കുന്ന ആളുടെ തോളയിലൊന്ന് കൈയിട്ടുകൊണ്ട് ഒന്ന് ആടി പാടിക്കേ. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, നാളെയും അവനോ മാറ്റമില്ല. നിന്റെ മനസ്സിലെ നിന്റെ മുറിവുകളില് ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, ഒന്നാടിക്കൊണ്ട് നാളെയും അവനോ ചലിച്ചുകൊണ്ട് മാറ്റമില്ല. നിന്റെ മനസ്സിൽ നീയേറ്റ മുറിവിൽ അവനോ തൊട്ടു നിന്നെ സുഖപ്പെടുത്തും, അവനോ നിന്റെ മുറിപ്പാടകറ്റും. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, നാളെയും അവനോ മാറ്റമില്ല. അനങ്ങി പാടിക്കേ. ആദ്യം കേട്ടെ. നീയേറ്റ മുറിവിൽ അവനോ തൊട്ടു നിന്നെ സുഖപ്പെടുത്തും, അവനോ നിന്റെ മുറിപ്പാടകറ്റും. മാറും നൊമ്പരങ്ങൾ തീരും, ഒന്ന് ചാടിക്കൊണ്ട് പാടിക്കേ. മാറും നൊമ്പരങ്ങൾ. ഒന്ന് ചാടി നോക്കിക്കേ. ചാടി നോക്കിക്കേ. നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. അനുദിനം പേറുന്ന വ്യതകളുമായിട്ടാണോ ഇപ്പോഴും നിൽക്കുന്നത്? മനസ്സിൽ നിന്ന് അവൻ ഒപ്പിയെടുക്കും. ഭയം കൂടാതെ ലജ്ജ കൂടാതെ അവനെ സുഖപ്പെടുത്തുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരും. അനുദിനം പേറും വ്യതകളെല്ലാം ഒന്ന് പറഞ്ഞേ. മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും, അനുദിനം പേറും വ്യതകളെല്ലാം മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും. ഭയമരുതേ ലജ്ജയരുതേ, അവനായി നമുക്കെന്നും കാത്തിരിക്കാം, അവനോടൊപ്പമായി ചേർന്നിരിക്കാം. അനുദിനം പേറും വ്യതകളെല്ലാം മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും. ഭയമരുതേ ലജ്ജയരുതേ, അവനായി നമുക്കെന്നും കാത്തിരിക്കാം, അവനോടൊപ്പമായി ചേർന്നിരിക്കാം. മാറും നൊമ്പരങ്ങൾ തീരും, സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. നിൻ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. മാറും നൊമ്പരങ്ങൾ തീരും, സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ.
കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെങ്ങും കേൾക്കാം ദൈവസ്വരം. ഓരോ പുലരിയിലും അവൻ തരും പുതു സ്നേഹം. ഓരോ സന്ധ്യയിലും അവൻ തരും ഉന്മേഷം. നീങ്ങും നിന്നുള്ളിൽ ഇന്നും ഒഴിവുകൾ തുടച്ചു മാറ്റിയിടും, അവൻ എടുത്തു മാറ്റിയിടും.